പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസ് ഇടൽ തുടരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. റീൽസ് ഇടൽ അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയപാതയ്ക്കായി 5560 കോടി രൂപ സംസ്ഥാനം ചെലവിട്ടു. കേരളത്തിന്റെ റോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ റോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ദേശീയപാത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ്. പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാനം 1190 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് നൽകി. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, സംസ്ഥാനത്തിന്റെ നികുതി പണം കൂടിയാണ് റോഡിന് വേണ്ടി ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് കാലണ മുതൽ മുടക്കിയില്ലെന്ന നിലയിൽ പ്രചാരണം നടക്കുന്നു. ഇത് തെറ്റാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ ദേശീയപാത ഇടിഞ്ഞ് താണതിലും വിള്ളൽ വീണതിലും പൊതുമരാമത്ത് വകുപ്പോ കേരള സർക്കാരിനോ ഒരു തരത്തിലുമുള്ള പങ്കുമില്ലെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് വിഷയത്തിൽ ഉത്തരവാദിത്തമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടിച്ചേർത്തു. വീഴ്ചകളെ വീഴ്ചകളായി തന്നെ കണ്ട് നടപടികളിലേക്ക് കടക്കുമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് മന്ത്രി പറഞ്ഞത്. ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. നിർമ്മാണത്തിലെ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടണമെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വാസനയുള്ളവർക്ക് കിട്ടിപ്പോയ ഒരു അവസരം. നാഷണൽ ഹൈവേയിൽ ചിലയിടങ്ങളിൽ ചില അപകടങ്ങൾ ഉണ്ടായല്ലോ, അതിവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇത് ഉത്തരവാദിത്തമല്ലേ എന്ന് അവർ പറയുന്നുണ്ട്. ഒരു ചൊല്ലുണ്ട്, എല്ലാം പറയാം മഹത്ത, എന്തും പറയാം വഷള എന്ന്. ആ അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. LDF അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലയ്ക്ക് നടക്കണം. വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഒന്നാണ്. അതവർ നിറവേറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലത്ത് സംഘടിപ്പിച്ച LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. നിർമ്മാണത്തിലെ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുമുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുമെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്ക് നല്ല രീതിയിൽ നടക്കണം. വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. അതവർ നിറവേറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.